Good morning. ചെറിയൊരു നെറ്റ് ഇഷ്യൂ വന്നതാണ് കേട്ടോ. അതാണ്. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, Miss. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തേ. ഈ ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്ന ഓർക്കുന്നോ? Good morning, ma'am. മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സില് മെഡിക്കൽ റെക്കോർഡ് പോളിസീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? അഡ്മിഷൻ ഓഫീസ് വരെയല്ലേ? അഡ്മിഷൻ ഓഫീസ് കംപ്ലീറ്റ് ആയോ? എവിടെ വരെയാണ്? കംപ്ലീറ്റ് ആയി. അഡ്മിഷൻ ഓഫീസ് കംപ്ലീറ്റ് ആയി അല്ലെ? ഓക്കെ, അപ്പൊ അവിടെ വരെ നമ്മൾ എടുത്തു നിർത്തിയിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഡ്മിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ഇനി വരുന്നത് കുറച്ച് അഡ്മിഷനുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്, രണ്ടെണ്ണം. അപ്പൊ അഡ്മിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 24 hours ആണ് അല്ലെ? വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക് ആണ് അഡ്മിഷൻ ഓഫീസിന്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിന് അഡ്മിഷൻ, അപ്പൊ ഇതിൽ തന്നെ അറിയാമല്ലോ, പേഷ്യൻസിന് അഡ്മിഷന് റെസ്പോൺസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ബെഡ് ഒക്യുപ്പൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ പേഷ്യൻസിന്റെ കൂടെ ഇപ്പൊ റിലേറ്റീവ്സോ കാര്യങ്ങളോ ഇല്ല എങ്കിൽ അവരുടെ അഭാവത്തില് അവരുടെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ സേഫ് കീപ്പ് ചെയ്യണം എന്നുള്ളത് ഒരു അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. അത് ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് വരുന്നത് ഡയറക്റ്റ് അഡ്മിഷൻ, നേരിട്ടുള്ള പ്രവേശനം. അതായത് ഇവിടെ ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് ദ വാർഡ് മാനേജർ in charge is liable for registering the case in the admission office within 2 hours of the patient admission to the ward. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ആരുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ചോദിക്കാറുണ്ട്. വാർഡ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. ഇവിടെ ഡയറക്റ്റ് അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന അഡ്മിഷൻ അല്ല. നേരിട്ടുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത്, നേരിട്ടുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പൊ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് അവർ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫർദർ ട്രീറ്റ്മെന്റിനോ ഒബ്സർവേഷനോ വേണ്ടിയിട്ട് നേരിട്ട് നമ്മൾ അഡ്മിഷൻ എടുത്ത് റൂമിലേക്ക് വാർഡിലേക്ക് മാറ്റില്ലേ? അതിനെയാണ് ഇവിടെ ഡയറക്റ്റ് അഡ്മിഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അല്ലാതെ ആവുമ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഒരു പേഷ്യന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്താണല്ലോ കയറുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പ്രൊസീജിയർ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ വാർഡിലേക്കോ റൂമുകളിലേക്കോ അവരുടെ ഒബ്സർവേഷനോ ട്രീറ്റ്മെന്റുകൾക്കോ വേണ്ടിയിട്ട് മാറ്റുമ്പോൾ അതിന് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയാം. അപ്പൊ ആ ഒരു ഡയറക്റ്റ് അഡ്മിഷന് അങ്ങനെ ഒരു പേഷ്യന്റ് വാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വന്നതിന് എത്ര മണിക്കൂറിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം എന്നാ പറയുന്നത്? The patient admission to the ward within 2 hours. കേട്ടോ, അവിടെ ആ ഒരു വാർഡിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് 2 മണിക്കൂറിനുള്ളിൽ അവിടെ ഇൻചാർജ് ആയിട്ടുള്ള വാർഡ് മാനേജർ ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? ആ വാർഡിലെ ഇൻചാർജ് ആയിട്ടുള്ള വാർഡ് മാനേജർ ഉണ്ടല്ലോ, അവരാണ് ഇൻചാർജിലുള്ള വാർഡ് മാനേജർ ആയിരിക്കണം എന്തിന്റെ ബാധ്യത ഉണ്ടാവുക? ഈ ഒരു അഡ്മിഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള കേസ് ഓഫ് അഡ്മിഷൻസ് ആ ഒരു അഡ്മിഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെടുത്താനും അവര് ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യണതും അവര് വാർഡിലേക്ക് പ്രവേശിച്ച് 2 മണിക്കൂറിനുള്ളിൽ അത് പൂർത്തിയാക്കിയിരിക്കണം എന്നാ പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. The ward manager is in charge, is liable for registering the case in the admission office within 2 hours of the patient admission to the ward. അപ്പൊ ഇതുപോലെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നിട്ട് വന്ന് നേരിട്ട് അവരെ വാർഡിലേക്കോ റൂമുകളിലേക്കോ മാറ്റുമ്പോൾ അത്തരത്തിലുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റോ ഒബ്സർവേഷനോ കൊടുക്കണമെങ്കിൽ അവർ ആ വാർഡിലേക്ക് പ്രവേശിച്ച് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഇൻചാർജിലുള്ള വാർഡ് മാനേജർ അഡ്മിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ക്ലിയർ ആണല്ലോ?
ആരുടെ ബാധ്യസ്ഥ അല്ലെങ്കിൽ ആരാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ വാർഡ് മാനേജർ ആണ് എന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നോ കേട്ടോ. ശ്രദ്ധിക്കാതെ പോകുന്ന പോയിന്റാണ്, പക്ഷെ എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തത് അബ്സ്കോണ്ടഡ് പേഷ്യൻസ്. അബ്സ്കോണ്ടഡ് പേഷ്യൻസ് ആരാന്ന് പറഞ്ഞേ നമ്മള്? അബ്സ്കോണ്ടഡ് പേഷ്യൻസ് ആരാണ്? അബ്സ്കോണ്ടഡ് പേഷ്യൻസ് ആരാണ്? മിസ്സിംഗ് ആയി പോകുന്നത് കേട്ടോ. മിസ്സിംഗ് ആയി പോകുന്ന കേസിനെയാണ് നമ്മൾ അബ്സ്കോണ്ടഡ്. ഹോസ്പിറ്റലിൽ നിന്ന് കാണാതാവുക അല്ലെങ്കിൽ ഒളിച്ചോടി പോയില്ലേ, എവിടെയെങ്കിലും ഒക്കെ കാണാതെ പോയില്ലേ, അപ്പൊ അത്തരത്തിലുള്ള കേസാണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അബ്സ്കോണ്ടഡ് പേഷ്യൻസിന്റെ കേസുകൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇൻഫർമേഷൻ അബൌട്ട് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് who ran away must be recorded in the patient file with details regarding the date and time the patient was found to be missing from the ward. എപ്പോഴും ഒരു അബ്സ്കോണ്ടഡ് പേഷ്യൻസിന്റെ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അബൌട്ട് അബ്സ്കോണ്ടഡ് പേഷ്യന്റ് who ran away must be recorded in the patient file. ഇപ്പൊ ആ ഒരു പേഷ്യന്റിനെ കാണാതായി, അപ്പൊ കാണാതായാലും സ്വാഭാവികമായിട്ടും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു മെഡിക്കൽ പേഷ്യന്റിന്റെ ഫയലിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അതായത് details regarding the date and time of the patient was found to be missing from the ward. എപ്പോ ഏകദേശ സമയം നമുക്ക് പറയാൻ പറ്റും അല്ലെ? അപ്പൊ അവരെ ആ ഒരു വാർഡില് കണ്ടിട്ടുള്ള സമയം അല്ലെങ്കിൽ എത്ര സമയം വരെ അവരെ കണ്ടിരുന്നു, എപ്പോ മുതലാണ് അവരെ മിസ്സിംഗ് ആയിട്ട് നമുക്ക് ഏത് ദിവസം ഏത് സമയം മുതലാണ് മിസ്സിംഗ് ആയെന്ന് നമുക്ക് എന്ത് ചെയ്തത് കണ്ടെത്തിയത്, ആ സമയം നമ്മൾ എന്ത് ചെയ്യണം, ആ ഡേറ്റും സമയവും കൃത്യമായിട്ട് അവരുടെ പേഷ്യന്റിന്റെ ഫയലിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തിയിരിക്കണം. രണ്ടാമത്, the treating physician must note and sign the report properly. അതുപോലെ തന്നെ ആ ട്രീറ്റിംഗ് ഫിസിഷ്യൻ, ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ ആരാണോ അദ്ദേഹവും ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം, ആ റെക്കോർഡിൽ കൃത്യമായിട്ട് സൈൻ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ the matter to be conveyed to the police. ഈ ഒരു വിവരം എന്ത് ചെയ്യണം, പോലീസിനെ അറിയിക്കുകയും വേണം. വേണ്ടേ? ഒരാൾ മിസ്സിംഗ് ആയിട്ട് സ്വാഭാവികമായിട്ട് അത് പോലീസിലേക്ക് അറിയിക്കേണ്ടേ? അപ്പൊ അങ്ങനെ കേസോ കാര്യങ്ങളോ വരുമ്പോ നമുക്ക് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് എവിഡൻസ് പോലെ ഒരു പ്രൂഫ് പോലെ കാണിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ടൈമും ഡേറ്റും ഒക്കെ നമ്മൾ ഇതിൽ രേഖപ്പെടുത്തണം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ട്രീറ്റിംഗ് ഫിസിഷ്യൻ അത് നോട്ട് ചെയ്യേണ്ടതും സൈൻ ചെയ്യേണ്ടതും. അത് കൃത്യമായിട്ടുള്ള എവിഡൻസ് ആയിട്ട് നാം ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാൻ പറ്റും, വെക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അബ്സ്കോണ്ടഡ് പേഷ്യൻസിന്റെ കാര്യത്തിൽ 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേ? അവരുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എല്ലാം അവരുടെ പേഷ്യന്റ് ഫയലിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. എപ്പോ മുതലാണ് ആ വാർഡിൽ നിന്ന് അവരെ കാണാതായത്, ഏത് ദിവസം ഏത് സമയം മുതലാണ് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അവരുടെ ട്രീറ്റിംഗ് ഫിസിഷ്യൻ ആയിരിക്കണം അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതും സൈൻ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഈ ഒരു വിവരം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് പോലീസിനെ അറിയിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? Absconded patients. Okay. Then അടുത്തത് against medical advice. എന്താ മെഡിക്കൽ അഡ്വൈസിന് against ആയിട്ട് പോവാ അല്ലെ? live against medical advice ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ നമ്മള് അല്ലെ? അപ്പൊ നോക്കിയേ, the patient who discharge themselves from a hospital against the advice of their treating physician should be treated as discharged. അപ്പൊ നമുക്കൊരു ലാമ പേഷ്യൻസ് ആണ് അല്ലെങ്കിൽ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അവിടുത്തെ ഫിസിഷ്യന്റെ അവരെ നോക്കുന്ന ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യന്റെ അഡ്വൈസ് പ്രകാരമല്ലാതെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ സ്വന്തം ഇഷ്ടത്താലെ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവാണ്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അതിനെയും നമ്മൾ ഡിസ്ചാർജ് എന്നുള്ള കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തുള്ളൂ അല്ലെ? അതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് എന്ന ഇതിൽ തന്നെ ഉൾപ്പെടുത്തുന്നത് അല്ലെ? ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിന് പോകണം. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി എന്തോ ആയിക്കോട്ടെ, നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ചിലപ്പോൾ അവിടുത്തെ ആ ഒരു കോസ്റ്റ് ഓഫ് ഫീ നമുക്കറിയില്ല, അവിടുത്തെ ആ ഒരു ബില്ലും കാര്യങ്ങളൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടുത്തെ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ വേണ്ട, നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം ഇഷ്ടത്താൽ നമ്മൾ പോരാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ പോരുമ്പോ അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രൊസീജിയറില്ലേ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം? AMA ഫോമുകളുണ്ട് അല്ലെ? AMA ഫോമുകളുണ്ട്. അത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മള് ഇൻഫർമേഷൻസ് നമുക്ക് പറയും, അതിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മുടെ സൈൻ ചെയ്തത് സമ്മതം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ പേര് ആരാണോ, അത് ചിലപ്പോ പേഷ്യന്റ് ആയിരിക്കാം, പേഷ്യന്റ് ഓക്കെ ആണെങ്കിൽ പേഷ്യന്റിനെ തന്നെ ചെയ്യിപ്പിക്കാം, അല്ല എങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ ആരാണോ
അവരായിരിക്കും ആ സ്പെസിഫിക് ആയിട്ടുള്ള ഫോമില് സൈൻ ചെയ്ത് അവരുടെ സമ്മതം വാങ്ങിയതിനു ശേഷം അത് അവരുടെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമാക്കി വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ആ പ്രൊസീജിയർ ഫോളോ ചെയ്തിരിക്കണം. ഇപ്പൊ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. The patient who discharge themselves from a hospital against the advice of their treating physicians should be treated as discharged. എന്താ അവിടെ ഹോസ്പിറ്റലിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യന്റെ അഡ്വൈസോട് കൂടി അല്ലാതെ, അവരുടെ ആ ഒരു നിർദ്ദേശപ്രകാരം അല്ലാതെ അവർ സ്വയം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണെങ്കിലും നമ്മളത് ഡിസ്ചാർജ് എന്ന കാറ്റഗറിയിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. പക്ഷേ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, it should be made sure that the signature or the patient or his or her nearest relative is obtained in the specified form. കൃത്യമായിട്ടുള്ള AMA ഫോമുകളിൽ സ്പെസിഫിക് ആയിട്ട് ഇൻഫർമേഷൻ പറഞ്ഞ് അവരിൽ നിന്ന് സമ്മതം വാങ്ങി സൈൻ ചെയ്ത് വാങ്ങിയതിനു ശേഷം പേഷ്യന്റിന്റെ ആവാം, അല്ലെങ്കിൽ അവരുടെ സ്വന്തം അല്ലെങ്കിൽ തൊട്ടടുത്ത റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ ആ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു സൈൻ അല്ലെങ്കിൽ ആ ഒരു സമ്മതം വാങ്ങി സൈൻ ചെയ്ത് വാങ്ങിയതിനു ശേഷം മാത്രമേ, നമ്മൾ അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അവർ അവിടെ എന്ത് ചെയ്യുള്ളൂ, ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ. ക്ലിയർ ആണോ? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നെക്സ്റ്റ്, ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ഡിക്ലറേഷൻ, അതായത് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മരിക്കാനായിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടൊക്കെ കിടക്കുന്ന പേഷ്യൻസിന്റെ മരണമൊഴികൾ എടുക്കാറില്ലേ, അല്ലെങ്കിൽ അവരുടെ മൊഴികൾ എടുക്കാറില്ലേ? മരണമൊഴികളാവണമെന്നില്ല, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ, അവരൊരു കുറച്ചും കൂടി ഒന്ന് ആയി വരുമ്പോ അവരുടെ മൊഴികൾ എടുക്കാറില്ലേ? അപ്പൊ അങ്ങനെ ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റില് ഇവിടെ അവരുടെ മൊഴി എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതായത് എനി പേഷ്യന്റ് ഹു വാണ്ട്സ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ബിഫോർ ഹിസ് ഡെത്ത്, such statement should be recorded in the patient file in the presence of a magistrate. സാധാരണയായിട്ട് മരണമൊഴികളാണ് സാധാരണ നമ്മൾ ഇങ്ങനെ എടുക്കുക. അപ്പൊ അവിടെ മരണമൊഴികൾ എടുക്കുന്നതിന് മുൻപ് അവർക്ക് ഒരു പേഷ്യന്റ് ഉണ്ട്, അവരുടെ മരണം അടുത്തിരിക്കുന്നു, അപ്പൊ അവർക്ക് മരണമൊഴി എടുക്കണം, അല്ലെങ്കിൽ ബിഫോർ ഹിസ് ഡെത്തിന് മുൻപായിട്ട് അവരുടെ മൊഴി എടുക്കണം, അവരുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവനകൾ എടുക്കണം. അങ്ങനെ എടുക്കാം. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം ആരുടെ, പേഷ്യന്റിന്റെ ഫയലില്. ആ പേഷ്യന്റിന്റെ ഫയലിൽ റെക്കോർഡ് ചെയ്യുന്നത് ആരുടെ പ്രസൻസിലായിരിക്കണം എന്നാ പറയുന്നത്? ആരുടെ പ്രസൻസിലായിരിക്കണം എന്നാ നമ്മൾ പറഞ്ഞത് ചോദിക്കാറുണ്ട് കേട്ടോ. ആരുടെ പ്രസൻസിലാണ്? മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലായിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന എല്ലാവരുടെയും കേസിൽ നമുക്ക് ഈ മജിസ്ട്രേറ്റിനെ കൊണ്ടുപോകാൻ പറ്റുമോ? നൂറ് കേസുകളുണ്ട് അല്ലെ? അപ്പൊ അത്രയും കേസുകൾക്ക് നമ്മൾ മജിസ്ട്രേറ്റിനെ എല്ലായിടത്തേക്കും ഈ മജിസ്ട്രേറ്റിനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല അല്ലെ? അപ്പൊ അത്തരത്തിലൊരു വലിയ വലിയ കേസുകളൊക്കെയാണ് മജിസ്ട്രേറ്റ് വരാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ അങ്ങനെ അത് ഒരു കണ്ടീഷൻ പറയുന്നതാണ് കേട്ടോ. മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിൽ വെച്ചാണ്, പ്രസൻസിൽ വെച്ചാണ് അത് ഫയലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇൻ കേസ് മജിസ്ട്രേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പകരം ഒരു ഓപ്ഷൻ വേണ്ടേ? അപ്പൊ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്, ഒരു മജിസ്ട്രേറ്റിന്റെ അഭാവത്തില് നമുക്ക് ആരുടെയൊക്കെ പ്രസൻസിൽ ആ ഒരു മൊഴി എടുക്കാൻ പറ്റും? ദ ഡിക്ലറേഷൻ ക്യാൻ ബി റെക്കോർഡ് ഇൻ ദ പ്രസൻസ് ഓഫ് 3 persons, 3 വ്യക്തികളുടെ പ്രസൻസിൽ നമുക്കത് എടുക്കാം. ഒന്നാമത് അതിൽ ആരൊക്കെ വേണമെന്നാണ്? ഒന്നാമത്തത് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ, അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. രണ്ടാമത്തത് ഒരു നഴ്സ്, അതായത് അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നഴ്സ് ഉണ്ടാവുമല്ലോ, അവര്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ ഹിസ് റെപ്രസെന്റേറ്റീവ്, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയായിട്ടുള്ള വ്യക്തികൾ. ഈ 3 വിഭാഗത്തിലുള്ളവരുടെയും പ്രസൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ മൊഴി എടുക്കാവുന്നതാണ്. ക്ലിയർ ആയോ? ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്ന അവരുടെ മരണമൊഴി തന്നെയാണ്. അപ്പൊ അവരുടെ ഡെത്തിന് മുൻപായിട്ട് ഒരു പേഷ്യന്റിന്റെ സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന എടുക്കണമെങ്കിൽ, അവരുടെ മൊഴി എടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ എടുക്കുന്ന മൊഴികൾ അവരുടെ പേഷ്യന്റിന്റെ ഫയലിൽ റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്യുന്നത് ആരുടെ പ്രസൻസിലായിരിക്കണം എന്നാ പറഞ്ഞേ? മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലാണ് ശരിക്കും അത് ചെയ്യേണ്ടത്. പക്ഷെ മജിസ്ട്രേറ്റിന്റെ അഭാവത്തിൽ നമുക്ക് 3 വ്യക്തികളുടെ പ്രസൻസിൽ ഇത് ചെയ്യാം. ആരൊക്കെയാണ് അത്? 3 വ്യക്തികൾ നിർബന്ധമായിട്ട് പെടും. മജിസ്ട്രേറ്റ് ആണെന്ന് ഓർക്കണം. മജിസ്ട്രേറ്റിന്റെ ആബ്സെൻസിൽ നമുക്ക് 3 പേഴ്സൺസിന്റെ പ്രസൻസിൽ ചെയ്യാം. ഏതൊക്കെ 3 പേഴ്സൺസ് വരുന്നേ? ആരൊക്കെയാ? അവരെ ട്രീറ്റിംഗ് ഫിസിഷ്യൻ അല്ലെ, അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ, നഴ്സ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായിട്ടുള്ള വ്യക്തികളുടെ ആ ഒരു 3 വ്യക്തികളുടെ പ്രസൻസിൽ നമുക്ക് ആ ഒരു മൊഴി രേഖപ്പെടുത്താവുന്നതാണ്. ക്ലിയർ ആണോ? ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്.
ഓക്കെ, അപ്പൊ അഡ്മിഷൻ തുടങ്ങി, അഡ്മിഷൻ ഓഫീസ് തുടങ്ങി ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി, ഡൗട്ട്സ് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. എന്താണ് ഈ ഡിക്ലറേഷൻ ആണോ ചോദിച്ചേ? നന്ദന, ഡിക്ലറേഷൻ ആണോ? നമ്മുടെ ഇപ്പൊ വലിയ കേസുകളൊക്കെയാണ്, ചിലപ്പോ ആ പേഷ്യന്റ് മരണപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരിൽ നിന്ന് മൊഴികളൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. തെളിവായിട്ടൊക്കെ നമുക്ക് ഇത് എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് ഈ പേഷ്യന്റിൽ നിന്നുള്ള ആ ഒരു മൊഴി കൂടി കിട്ടിയാലല്ലേ ആ ഒരു കേസിന് നമുക്ക് ഒരു എവിഡൻസ് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അവര് മരിക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് നിന്ന് കിട്ടാവുന്ന മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനിയിപ്പോ അവർ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ കേസ് മുന്നോട്ട് പോകണമെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാ. അപ്പൊ അതുകൊണ്ടാണ് അത് വളരെ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ഈ 3 വ്യക്തികളുടെ പ്രസൻസ് വേണം എന്ന് നിർബന്ധം പറയുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാലോ, അതുകൊണ്ട്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് അവരെ ട്രീറ്റ് ചെയ്യുന്ന, അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരമല്ലേ നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്നത് അല്ലെ. ഡോക്ടർ പറയുന്ന ദിവസം ഇന്ന് നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവാം അല്ലെങ്കിൽ നാളെ പോവാന്ന് പറയുമ്പോൾ നമ്മൾ ആ നിർദ്ദേശമാണ് നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷെ ഇവിടെ ഹോസ്പിറ്റലിൽ ആ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ല ഇവർ പോകുന്നത്. ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവാണ്. നമ്മളൊക്കെ ചെയ്യാം. ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം, ഫീസ് നമുക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം ലീവ് ചെയ്ത് പോവാറുണ്ട്, ഡിസ്ചാർജ് വാങ്ങി പോവാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോ അവിടെ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആണ്, സ്പെസിഫിക് ആയിട്ടുള്ള AMA ഫോമുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് നമ്മുടെ സ്വയം നമ്മുടെ ഇഷ്ടപ്രകാരം അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്നതാണ് എന്ന് നമ്മൾ ഒപ്പിട്ട് നൽകണം. നമ്മുടെ സമ്മതം, അതിന് വേണ്ടിയിട്ട് നമ്മുടെ സമ്മതം, അതുമായി ബന്ധപ്പെട്ട് ആ പേഷ്യന്റിന് ഇനി എന്ത് വന്നാലും ആ ഹോസ്പിറ്റലിൽ അതൊരു യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അതാണ് നമ്മളവിടെ സൈൻ ചെയ്ത് പിന്നെയുള്ള എന്ത് റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ആ ഹോസ്പിറ്റലിൽ അതില് യാതൊരു റെസ്പോൺസിബിലിറ്റിയും അവർക്ക് ഉണ്ടാവില്ല എന്നാണ് ആ ഒരു സമ്മതം, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ പോരുന്നതാണ് എന്ന് സൈൻ ചെയ്ത് ഒപ്പിട്ട് കൊടുത്ത് സൈൻ ചെയ്ത ശേഷം ആ ഫോം കൃത്യമായിട്ട് സൈൻ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അവിടെ പോരാൻ പറ്റൂ. അതാണ് ആ ഒരു എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. കഴിഞ്ഞു, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ്, കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡുകളുടെ പൂർത്തീകരണം. Physician have to be complete the record before the discharge of a patient wherever possible. സാധാരണയായിട്ട് മെഡിക്കൽ റെക്കോർഡുകൾ പൂർത്തിയാക്കേണ്ടത് അവരുടെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ്. ആ ഫിസിഷ്യൻ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് പൂർത്തിയാക്കണേണ്ടത് ശരിക്കും ഒരു പേഷ്യന്റ് സാധ്യമാണെങ്കിൽ ശരിക്കും ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മാക്സിമം പറ്റുമെങ്കിൽ അത് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഇനി ചിലപ്പോ ചില കേസുകളിൽ ചിലപ്പോ ഡോക്ടേഴ്സ് ലീവ് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എമർജൻസി കേസുകൾ വരാം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോ അവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിച്ചെന്ന് വരില്ല. ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പൂർത്തിയാക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ otherwise they have to visit the medical record department continually to inspect all these discharge records for completion. എന്തായിരിക്കാം, ഇപ്പൊ അവിടെ അവർക്ക് അവരെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, ഡിസ്ചാർജ് ചെയ്യുന്നതിന് ശേഷം ഡിസ്ചാർജ് നടക്കുന്ന സമയത്തൊന്നും അവർക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല എങ്കിൽ അവർ എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുകൾ സന്ദർശിക്കുകയും അവരുടെ ഡിസ്ചാർജ് റെക്കോർഡുകൾ കൃത്യമായിട്ട് പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാനും നോക്കുക. Patient record must not have been kept incomplete for more than 30 days. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഡേയ്സ് ചോദിക്കാറുണ്ട്. എത്ര ദിവസം ആണ് പറയുന്നത്?
30 ദിവസം മോർ ദാൻ 30 ഡേയ്സ് 30 ദിവസത്തിൽ കൂടുതൽ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻകംപ്ലീറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പാടില്ല. മനസ്സിലായോ? ഒരു പേഷ്യന്റിനെ 30 ദിവസത്തിനുള്ളിൽ തന്നെ അത് എന്ത് ചെയ്യണം, പൂർത്തിയാക്കിയിരിക്കണം. അപ്പൊ മോർ ദാൻ 30 ഡേയ്സ് 30 ദിവസത്തിന് കൂടുതൽ ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻകംപ്ലീറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പാടില്ല. ആ ഒരു 30 ദിവസത്തെ ആ ഒരു കാലാവധിയാണ് ഫിസിഷ്യന് കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴും സാധാരണ എപ്പോഴും പറ്റുമെങ്കിൽ അവരുടെ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ആ ഫിസിഷ്യൻ അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ പൂർത്തിയാക്കേണ്ടതാണ്. ഇത് ചിലപ്പോൾ പല സാഹചര്യങ്ങളും ചില സമയങ്ങളിൽ അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോ അവർ കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ സന്ദർശിക്കുകയും ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും റെക്കോർഡുകളും ഒക്കെ പരിശോധിക്കുകയും അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യന്റ് റെക്കോർഡ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കെപ്റ്റ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 ഡേയ്സ്. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ ദിവസം ചോദിക്കാറുണ്ട്, എത്ര ദിവസമാണെന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. എത്ര ദിവസമാണ്? 30 ദിവസത്തിൽ കൂടുതൽ അവരുടെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എന്ത് ചെയ്യാൻ പാടില്ല, അപൂർണമായിട്ട് സൂക്ഷിക്കാൻ പാടില്ല കേട്ടോ. അത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡുകളുടെ കോഡിംഗ് എങ്ങനെയാണുള്ളത്? മെഡിക്കൽ റെക്കോർഡ് കോഡ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള കോഡിംഗ് സംവിധാനമുണ്ട്. ICD കോഡിംഗ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളൊരു ICDയുമായി ബന്ധപ്പെട്ട കോഡിംഗ് സംവിധാനങ്ങൾ ചെയ്യാത്ത പേഷ്യന്റ് റെക്കോർഡുകൾ എത്രയാണ്, അതിന്റെ റേഞ്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. നാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? ഇവിടെയും അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും ഇല്ല. All the patient records that include outpatient and inpatient cases have to code according to the latest international classification of disease and operation, change of healthcare diagnosis, procedure, medical services and equipment into universal medical alphanumeric codes. ആ ഒരു alphanumeric codes എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ പേഷ്യന്റ് റെക്കോർഡും അതിപ്പോ എല്ലാ പേഷ്യന്റ് റെക്കോർഡും അതിപ്പോ ഔട്ട് പേഷ്യൻസ് ആവാം, ഇൻപേഷ്യൻസ് ആവാം, അവരുടെ എല്ലാവരുടെയും അവരുടെ പേഷ്യൻസിന്റെയും ഔട്ട് പേഷ്യൻസിന്റെ എല്ലാ കേസുകളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോഡ് ചെയ്തിരിക്കണം. അതിന്റെ ക്ലാസിഫിക്കേഷൻ കോഡാണ് ICDയുടെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കോഡുകൾ. അതായത് ആൽഫാ ന്യൂമറിക് കോഡ്സ് എന്ന് വെച്ചാല് രണ്ട് എന്താണ് ലെറ്റേഴ്സും ഉണ്ടാവും, ഇതില് നമ്പേഴ്സും കമ്പൈൻ ചെയ്തത്. അതാണ് ആൽഫാ ന്യൂമറിക് കോഡ്സ് എന്ന് പറയുന്നത്. ലെറ്റേഴ്സും നമ്പേഴ്സും കമ്പൈൻ ചെയ്തിട്ടുള്ള ഫോമില് കോഡുകളാക്കിയിട്ടാണ് അവിടെ നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പൊ അത് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട അവരുടെ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മെഡിക്കൽ സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളൊരു യൂണിവേഴ്സലി അംഗീകരിച്ചിട്ടുള്ള മെഡിക്കൽ ന്യൂമറിക് കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളത് കോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു മെഡിക്കൽ ന്യൂമറിക് കോഡ്സ് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്തതാട്ടോ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ മിസ്സിംഗ് റെക്കോർഡുകൾ. റെക്കോർഡ്സ് ചില സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സാവാറുണ്ട്. മിസ്സാവാന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അത് കാണാതെ പോവാന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ആ ഹോസ്പിറ്റലിൽ നിന്ന് നഷ്ടപ്പെടാന്നുള്ള ഒരു അർത്ഥം വരുന്നില്ല കേട്ടാ. മിസ്സിംഗ് ചെയ്യുന്ന പ്രസന്റ് വെക്കുന്ന സ്ഥലത്ത് നിന്ന് കാണുന്നില്ല. നമ്മൾ പറയില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ചില സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്ത് കാണാണ്ടാവും, ഇതിവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയില്ലേ. അതുപോലെ തന്നെ അവിടെ വെക്കുന്ന ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഷെൽഫുകളിലോ കാര്യങ്ങളോ നോക്കുമ്പോൾ അത് മിസ്സിംഗ് ആയിരിക്കും. പ്രസന്റ്ലി അത് കാണുന്നില്ല എന്നുള്ളേ ഉള്ളൂ, അല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി എന്നുള്ള ഒരു അർത്ഥമല്ല കൂടുതലും വരുന്നത് കേട്ടോ. ഓക്കെ, സം പെർസെന്റേജ് ഓഫ് ഫയൽസ് ഡസ് നോട്ട് ഫൈൻഡ് ഇൻ ദ സ്പെസിഫിക് പ്ലേസ് വേർ ദേ ആർ അസ്യൂംഡ് ടു ബി. ഇപ്പൊ നമ്മള് ചില എന്താണ് പെർസെന്റേജ് ഓഫ്, അത് ഒരുപാട് എല്ലാ ഫയൽസും ഇങ്ങനെ മിസ്സാവുന്നൊന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് പെർസെന്റേജ് ഓഫ് ഫയൽസ് ചിലപ്പോ നമ്മൾ വെക്കുന്ന ആ ഒരു സ്പെസിഫിക് പ്ലേസിൽ, ആ ഒരു പ്രത്യേക സ്ഥലത്ത് ചിലപ്പോ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല. നമ്മുടെ വീടുകളിലൊക്കെ ചില സാധനങ്ങൾ പ്രത്യേക സ്ഥലത്തല്ലേ നമ്മൾ വെക്കാം, അല്ലെ? അപ്പൊ അത് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ചിന്തയിലാണല്ലോ നമ്മൾ എപ്പോഴും ഉണ്ടാവുക. അപ്പൊ അതുപോലെ വെക്കുന്ന ആ ഒരു അനുമാനിക്കുന്ന ആ ഒരു അസ്യൂം ചെയ്യുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ അത് കാണുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ആ സ്ഥലത്ത് അത് കാണുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ മിസ്സിംഗ് റെക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് കുഡ് ബി ഓയിങ് ടു not receiving, not keeping in their proper place and wrongly filing. ചിലപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാവും. ഒന്നാമത്
ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് തിരികെ വാങ്ങാത്തത് കൊണ്ടാവും. ഇപ്പൊ ഒരു ഫാർമസിയിൽ കൊണ്ടുപോയ ഫയൽ ആയിരിക്കാം, ഫാർമസിയിൽ നിന്ന് തിരികെ വാങ്ങിയാലല്ലേ ഈ സ്ഥലത്ത് വിൽക്കാൻ പറ്റുള്ളൂ, അല്ലെ? അങ്ങനെ തിരികെ വാങ്ങാത്തത് കൊണ്ടാവും, അല്ലെങ്കിൽ ശരിയായ സ്ഥലത്ത് അത് പ്രോപ്പർ ആയിട്ട് വെക്കാത്തത് കൊണ്ടാവും, തെറ്റായ രീതിയിൽ ചിലപ്പോ ഫയൽ ചെയ്തത് കൊണ്ടാവാം. ഇപ്പൊ ചിലപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആണെന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ആണെന്ന് തെറ്റായിട്ട് ഫയൽ ചെയ്ത് ചിലപ്പോ വേറെ ഏതെങ്കിലും ഷെൽഫുകളിലോ കാര്യങ്ങളിലോ ഇത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് അവിടെ നിന്ന് പോകുന്നില്ല, പക്ഷെ ഈ പറയുന്ന കാരണങ്ങളാൽ വെക്കുന്ന ആ ഒരു പ്രോപ്പർ സ്ഥലത്ത് ഇത് നോക്കുമ്പോൾ കാണുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ് when a patient attend either for outpatient or inpatient services, it will be difficult to provide treatment without a patient record. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, നമ്മുടെ ആ ഒരു ഫയലിന്റെ നമ്പർ കൊടുക്കുന്നു, നമ്മൾ ആ ഒരു ഫയൽ നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഇൻപേഷ്യന്റ് ആയിട്ട് വന്നവരാവാം, ഒരു ഔട്ട് പേഷ്യന്റ് സർവീസിന് വേണ്ടി വന്നവരാവാം, എങ്ങനെയോ ആയിക്കോട്ടെ, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഈ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് ഇല്ലാതെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെ കാണിച്ചു പോരുന്ന ആളുകളാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രീവിയസ് എപ്പിസോഡിൽ കൊടുത്തിരിക്കുന്ന മരുന്നുകളും കാര്യങ്ങളും ട്രീറ്റ്മെന്റുകളും എന്താണെന്ന് ആ റെക്കോർഡ് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റെക്കോർഡ് ഇല്ലാതെ അവർക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം വേണമല്ലോ, വേണ്ടേ? ഇനി ഈ ഒരു റെക്കോർഡ് കണ്ടെത്തിയിട്ട് പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരോട് വെയിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അടുത്ത ദിവസം വരാൻ പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതിനൊരു പരിഹാരം വേണം. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. Okay, the MRO, the medical record officer, might be able to get back that later. അപ്പൊ ഈ ഒരു റെക്കോർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ വിട്ടുകളയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയാണോ, ഒരു സാധനം കാണുന്നില്ല, അത് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കോ? ഇല്ല, അത് കണ്ടെത്താൻ നോക്കി നടക്കും, ഇല്ലേ? വീട്ടിലൊരു സാധനം കാണുന്നില്ലെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും നോക്കും, അല്ലേ? അത് എവിടെയാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ്, അല്ലാതെ അത് പോട്ടെ പിന്നെ വേറൊന്നും മേടിക്കാമെന്ന് പറയില്ലല്ലോ നമ്മള്. അതുപോലെ തന്നെ ഇവിടെയും ഈ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ നിർബന്ധമായിട്ടും ഇത് തിരികെ കണ്ടെത്തണം. പക്ഷേ അതിനുള്ള സമയം അപ്പോഴില്ല, അല്ലെ? ഒരു പേഷ്യന്റ് വന്ന് നിൽക്കുമ്പോൾ അതിനുള്ള സമയമില്ല, അത് കണ്ടെത്തിയിട്ട് കൊണ്ടുതരാന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇല്ല. But at that stage, the only option left for him to create a duplicate record with a similar number and with our old earlier ID data. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അല്ലെ? നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഇതേ സിമിലർ നെയിമില് നമുക്ക് ആ പേഷ്യൻസിന്റെ എല്ലാ തരത്തിലുമുള്ള മുൻപുള്ള എല്ലാ ഡേറ്റാസും വെച്ചുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂലേ? പറ്റും, അല്ലെ? ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് തൽക്കാലത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ആ ഒരു സിമിലർ നമ്പറും എല്ലാ ഡേറ്റാസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതാണ് പ്രസന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാതെ ഈ ഒരു റെക്കോർഡ് നോക്കി തപ്പി സമയം കളയാന്നുള്ളത് നമുക്ക് അപ്പം പറ്റില്ല. പക്ഷെ ഇത് എന്ത് ചെയ്യണം, നോക്കി കണ്ടെത്തണം. ഇനി ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് കൊണ്ടുപോയിട്ട് പേഷ്യന്റ് ഡോക്ടറെ കാണും, മറ്റു ട്രീറ്റ്മെന്റുകളോ മെഡിസിൻസോ ഒക്കെ ചെയ്യും. അപ്പൊ അതിന്റെ ഒക്കെ ഇൻഫർമേഷൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിലായിരിക്കില്ലേ ഉണ്ടാവുക, അല്ലെ? പിന്നീട് വരുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിലല്ലേ രേഖപ്പെടുത്തുള്ളൂ, ആണല്ലോ? അപ്പൊ അതവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ബൈ ദ MRO വിത്തൗട്ട് ഫൈലിംഗ് and properly should trace out the original records and combine all this form of duplicate record into original record, and then the record must be filed. എന്താ ഇവിടെ ചെയ്യാ, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഇവർ ഫയൽ ചെയ്യാണ്ട് ആ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ അവരുടെ കയ്യിൽ തന്നെ പിടിക്കും, ഫയൽ ചെയ്യാണ്ട് അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, പിന്നീട് സമയമുണ്ടല്ലോ, അത് സമയമെടുത്ത് ആ ഒരു ഒറിജിനൽ റെക്കോർഡ് എവിടെയാണെന്ന് ട്രേസ് ചെയ്തത് കണ്ടെത്തും. ഒറിജിനൽ റെക്കോർഡ് എവിടെയാണെന്ന് ട്രേസ് ചെയ്ത് കണ്ടെത്തും. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പൊ രണ്ട് റെക്കോർഡും ഇല്ലേ, ഒറിജിനൽ റെക്കോർഡും ഉണ്ട്, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡും ഉണ്ട്, അല്ലെ? ഇനി ഈ ഒറിജിനൽ റെക്കോർഡല്ല എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആണല്ലോ. ഇനി പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അവിടെ സൂക്ഷിക്കേണ്ട കാര്യമില്ല, അല്ലെ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ ഒറിജിനൽ റെക്കോർഡിലേക്ക് കമ്പൈൻ ചെയ്തിട്ട് ആ ഒറിജിനൽ റെക്കോർഡ് എന്ത് ചെയ്യുന്നു, ഫയൽ ചെയ്ത് വെക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഒരു മിസ്സിംഗ് റെക്കോർഡിന്റെ കേസിൽ എന്താണ് മിസ്സിംഗ് എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കാണാതെ പോയി അല്ലെങ്കിൽ പുറത്തേക്ക് പോയി അല്ലെങ്കിൽ എടുത്തിട്ട് പോയതല്ല, അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് വെക്കുന്ന സ്പെസിഫിക് പ്ലേസിൽ നോക്കുമ്പോൾ അത് കാണുന്നില്ല. ചിലപ്പോൾ അത് മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുത്തിട്ട് വരാത്തതാവാം, തെറ്റായ രീതിയിൽ ഫയൽ ചെയ്യുന്നത് കൊണ്ടാവാം, പ്രോപ്പർ പ്ലേസിൽ വെക്കാത്തത് കൊണ്ടാവാം, അങ്ങനെ പല കാരണങ്ങളാലും ഇത് വരാറുണ്ട്. അപ്പൊ അവിടെ
അറ്റ് പ്രസന്റ് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഓഫീസിൽ ചെയ്യേണ്ട കാര്യം ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അതിന് പകരമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അതേ സെയിം നമ്പറും ഐഡിയും കാര്യങ്ങളും ഇൻഫർമേഷൻസ് വെച്ചിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പേഷ്യന്റിന്റെ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അദ്ദേഹം ഫയൽ ചെയ്യാതെ കയ്യിൽ സൂക്ഷിക്കുകയും ആ ഒറിജിനൽ റെക്കോർഡ് എന്ത് ചെയ്യുക, ട്രേസ് ചെയ്ത് കണ്ടെത്തുക. അതിനുശേഷം ഇതിലുള്ള എല്ലാ ഇൻഫർമേഷൻസും അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ ഒറിജിനൽ റെക്കോർഡ് തന്നെ ഫയൽ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആണോ? മനസ്സിലായോ? മിസ്സിംഗ് റെക്കോർഡ് Then next, patients having multiple records. അതായത് ചില പേഷ്യൻസിന് ഒന്നിലധികം റെക്കോർഡുകൾ ഉണ്ടാവും. അപ്പൊ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് അത് എന്തുകൊണ്ടാണ്? സാധാരണ ഒരു മൾട്ടിപ്പിൾ റെക്കോർഡ് വരാൻ പാടില്ല. ഒരു പേഷ്യന്റിന് ഒരു ഫയൽ, ഒരു നമ്പർ, ഒരു റെക്കോർഡ്, അതാണ് ശരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അവിടെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ്, ഒന്നിലധികം റെക്കോർഡ്സ് വരുന്നതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും അല്ലെ? അങ്ങനെ ഒന്നിലധികം റെക്കോർഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. Okay, generally each patient should have one record and one number. സാധാരണയായിട്ട് ഏതൊരു പേഷ്യന്റിനും ഒരു റെക്കോർഡും ഒരു നമ്പറും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Due to improper system or carelessness, ചിലപ്പോ ശരിയായ രീതിയിൽ അത് ശരിയായ ഒരു സംവിധാനം ഫോളോ ചെയ്യാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അശ്രദ്ധയുള്ളത് കൊണ്ടാണ്. ആരുടെ? MRD സ്റ്റാഫ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുടെ അശ്രദ്ധയോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യാത്തത് കൊണ്ടോ ഒക്കെ patients may have more than one record. ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ഒരു പേഷ്യന്റിന് ഉണ്ടാവാറുണ്ട്. So in that circumstance, it becomes compulsory to retain one record by cancelling others. നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ ഒരു റെക്കോർഡ് അവിടെ നിലനിർത്തുക, ബാക്കിയുള്ളവ കമ്പൽസറി ആയിട്ട് തന്നെ മറ്റ് റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അപ്പൊ അതല്ല, ഇപ്പൊ ഒരു 3 റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 2 റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു വ്യക്തിയുടെ പേരിൽ 2 റെക്കോർഡ് ഉണ്ട്. അപ്പൊ അതില ഏത് റെക്കോർഡ് ക്യാൻസൽ ചെയ്യും അല്ലെ? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്താൽ പ്രശ്നമല്ലേ അല്ലേ? അപ്പൊ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഏതൊക്കെയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്, അങ്ങനെ പ്രയോറിറ്റൈസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ മെഡിക്കൽ റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്യുന്നത്. അതായത് നോക്കി, the suitable procedure are to retain a record as a priority which is medico-legal in nature. ഒന്നാമത്തെ കേസ് കൊടുക്കുന്നത് അതില് മെഡിക്കോ ലീഗൽ ഇൻ നേച്ചറിലുള്ള റെക്കോർഡുകൾ ഉണ്ടോ എന്ന് നോക്കും. MNC കേസിലുള്ള മെഡിക്കോ ലീഗൽ കേസിലുള്ള റെക്കോർഡുകൾ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ആ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി അതിനായിരിക്കും കൊടുക്കുക. ആ റെക്കോർഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം, ബാക്കിയുള്ളവ ക്യാൻസൽ ചെയ്യും. മനസ്സിലാവുന്നോ? ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് ഒരു 3 റെക്കോർഡ് എന്ന് വിചാരിച്ചു. ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും. അതില് ആ 3 റെക്കോർഡിലും മെഡിക്കോ ലീഗൽ കേസുകളുള്ള റെക്കോർഡ് ഉണ്ടെങ്കിൽ അതിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. മനസ്സിലായോ? മെഡിക്കോ ലീഗൽ നേച്ചറിലുള്ള റെക്കോർഡ് ഉണ്ടെങ്കിൽ അതവിടെ നിലനിർത്തി ബാക്കിയുള്ളവ ക്യാൻസൽ ചെയ്യും. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന്. അതാണ് ഒന്നാമത്തെ പ്രയോറിറ്റി. ഇനി രണ്ടാമത്തെ പ്രയോറിറ്റി, മെഡിക്കോ ലീഗൽ നേച്ചറിലുള്ള ഇതുള്ളോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചോ. രണ്ടാമത് നോക്കുന്നത് സെക്കൻഡ് വൺ, ഒബ്സ്റ്റട്രിക് റെക്കോർഡ്. എന്തായിരിക്കും? ഒബ്സ്റ്റട്രിക്സ് പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് അല്ലെ, ക്ഷയബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ അങ്ങനെ ഒരു റെക്കോർഡ് അതിലുണ്ട്. അപ്പൊ മെഡിക്കോ ലീഗൽ നോക്കിയപ്പോ അതില്ല. രണ്ടാമത് നമ്മൾ നോക്കുന്നത് ഒബ്സ്റ്റട്രിക്സ്, പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട റെക്കോർഡ് ഉണ്ടോ എന്ന് നോക്കും. അതുണ്ടെങ്കിൽ അതിനാണ് പ്രിഫറൻസ് കൊടുക്കുക. മനസ്സിലായോ? മൂന്നാമത്, അപ്പൊ ആ പേഷ്യന്റിനെ നോക്കിയപ്പോ രണ്ടും ഇല്ല, മെഡിക്കോ ലീഗലും ഇല്ല, ഒബ്സ്റ്റട്രിക്സും ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? അടുത്തത് അഡ്മിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടോ എന്ന് നോക്കും. അഡ്മിറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് ഉണ്ടോ എന്ന് നോക്കും. അതിനായിരിക്കും അടുത്ത പ്രിഫറൻസ് കൊടുക്കുക. അഡ്മിറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് ഇല്ല എങ്കിൽ നാലാമത്തെ പ്രയോറിറ്റി അവരുള്ളൂ ഓൾഡസ്റ്റ് റെക്കോർഡ്. പഴയ ഏതാണോ ഏറ്റവും പഴയ റെക്കോർഡ് അതവിടെ നിലനിർത്തുക എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഏത് റെക്കോർഡ് നിലനിർത്തണം എന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മെഡിക്കോ ലീഗൽ നേച്ചർ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇനി അതില്ല, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്സ്റ്റട്രിക്സ്, പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് നോക്കും. അതുണ്ടെങ്കിൽ അത് നിലനിർത്തും. ഇനി അടുത്തത് നോക്കുന്നത് അത് രണ്ടും ഇല്ല. മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്മിഷൻ ആയിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ടോ എന്ന് നോക്കും.
അതുണ്ടെങ്കിൽ അത് നിലനിർത്തി ബാക്കിയുള്ളവ ക്യാൻസൽ ചെയ്യും. ഇനി അതുമില്ല എങ്കിൽ ഏറ്റവും പഴയ റെക്കോർഡ് ഏതാണോ, ഓൾഡസ്റ്റ് റെക്കോർഡ് ഏതാണോ, അത് നമ്മൾ നിലനിർത്തി ബാക്കിയുള്ളവ ക്യാൻസൽ ചെയ്യും. ക്ലിയർ ആണോ? മനസ്സിലായോ ആ ഒരു പ്രയോറിറ്റി എങ്ങനെയാ വരുന്നത്? ക്ലിയർ അല്ലേ? ഇനി ഇത്തരത്തില് നമ്മൾ ക്യാൻസൽ ചെയ്യൂലേ? അപ്പൊ ക്യാൻസൽ ചെയ്യുന്ന റെക്കോർഡുകളിൽ എന്തെങ്കിലുമൊക്കെ ഡേറ്റാസ് ഉണ്ടാവില്ലേ? നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന റെക്കോർഡുകളിലും ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള ഡേറ്റാസ് ഉണ്ടാവില്ലേ? അപ്പൊ അത് കളയാൻ പാടില്ല അല്ലെ? അത് കളയാൻ പാടില്ല. അപ്പൊ ഏത് റെക്കോർഡ് ആവണോ നമ്മൾ നിലനിർത്തുന്നത്, ഇപ്പൊ ഒരു മെഡിക്കോ ലീഗൽ നേച്ചറിലുള്ള റെക്കോർഡാണ് നമ്മൾ നിലനിർത്തുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ക്യാൻസൽ ചെയ്യുന്ന മറ്റു റെക്കോർഡുകളിൽ നിന്നുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഈ റെക്കോർഡിന്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് നിലനിർത്തുക. മനസ്സിലാവുന്നുണ്ടോ? ആ നമ്പറും ഫയലും ഒക്കെ കളയും, പക്ഷെ അതിനുള്ളിലുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഈ മെയിൻ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന, മെയിൻ ആയിട്ട് നമ്മൾ സൂക്ഷിക്കാൻ പോകുന്ന റെക്കോർഡ് ഏതാണോ അതിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റ് റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്ത് കളയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഇൻഫർമേഷൻസ് അറിയാവുന്നതും അവരുമായി ബന്ധപ്പെട്ട ഡേറ്റയോ ഡോക്യുമെന്റ്സോ നഷ്ടപ്പെടുന്നില്ല, മറിച്ച് ആ നമ്പറും ഫയലും ഒറ്റെണ്ണമായിട്ട് നമ്മൾ ഇവിടെ സൂക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും കൃത്യമായിട്ട് ഏതൊക്കെ ക്രോസ് റെഫറൻസ് നമ്പർ വെക്കും, ഇന്ന ഫയലിൽ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻസ് കാര്യങ്ങളും ഇന്ന ഫയൽ നോക്കിയാൽ കിട്ടും എന്ന് പറഞ്ഞ് ഒരു ക്രോസ് റെഫറൻസ് നമ്പറും കാര്യങ്ങളും വെക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് വേണമെങ്കിൽ ഈ ഫയൽ നോക്കിയാൽ കിട്ടും എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ക്രോസ് റെഫറൻസ് നമ്പർ ഒക്കെ വെച്ചിട്ട് ഇന്ന ഫയലിൽ കിട്ടും, ആ ഫയലിലേക്ക് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തതിന് ശേഷമായിരിക്കും മറ്റുള്ള ഫയലുകൾ ക്യാൻസൽ ചെയ്യുന്നത്, മറ്റുള്ള റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിന് ഒരു റെക്കോർഡ് ഒരു നമ്പറുമാണ് വേണ്ടത്. പക്ഷെ അവിടുത്തെ MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുടെ ശരിയായ സംവിധാനം പാലിക്കാത്തത് കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ചില പേഷ്യൻസിന് ഒന്നിലധികം റെക്കോർഡുകൾ വരാറുണ്ട്. അങ്ങനെ റെക്കോർഡുകൾ വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുകയും മറ്റുള്ളവർ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അത് ക്യാൻസൽ ചെയ്യുന്നതിന് റെക്കോർഡുകൾക്ക് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ ആരാണുള്ളത്? മെഡിക്കോ ലീഗൽ നേച്ചർ ആണെങ്കിൽ അതിനാണ്. സെക്കൻഡ് വൺ ആണ് ഒബ്സ്ട്രറ്റിക് റെക്കോർഡുകൾ, തേർഡ് വൺ അഡ്മിറ്റഡ് റെക്കോർഡുകൾ, ഫോർത്ത് വൺ ഓൾഡസ്റ്റ് റെക്കോർഡ്. ഈ ഒരു ക്രമത്തിലാണെങ്കിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവ ക്യാൻസൽ ചെയ്യുന്നതും. അപ്പോ അതിനനുസരിച്ച് നോക്കിയേ, that must be cancelled and given a cross reference numbers and bring all documents that include the investigation into the retained record. നിലനിർത്തുന്ന റെക്കോർഡ് ഏതാണോ അതിലേക്ക് നമ്മുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റാസും, ആ ക്യാൻസൽ ചെയ്യുന്ന ഫയലുകളിലുള്ള എല്ലാ ഡേറ്റാസും ഈ ഒരു റീറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡിലേക്ക് ഡോക്യുമെന്റ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ആ ഒരു കൃത്യമായിട്ടുള്ള ക്രോസ് റെഫറൻസ് നമ്പറുകൾ കൂടി മുകളിൽ എഴുതിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ളവ ക്യാൻസൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് തുടങ്ങി ഇവിടെ വരെ കേട്ടോ.
വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ച് കഴിഞ്ഞോ? മിസ്സിംഗ് റെക്കോർഡോ? മിസ്സിംഗ് റെക്കോർഡില് വേറെ ഒന്നുമില്ല. നമ്മുടെ ഹോസ്പിറ്റലില് ചിലപ്പോ കൃത്യമായിട്ട് സ്ഥലത്ത് നമ്മൾ നോക്കുന്ന, നമ്മൾ എന്തെന്ന് വിചാരിക്കുന്ന, അതായത് കൃത്യമായിട്ട് റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ആ റെക്കോർഡ് കാണുന്നില്ല. അതാണ് മിസ്സിംഗ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ അത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ട് തിരികെ റിപ്പോർട്ട് മേടിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ വെക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ തെറ്റായി ഫയൽ ചെയ്തത് കൊണ്ടാവാം അത് കാണാതെ പോകുന്നു. അപ്പൊ അങ്ങനെ കാണാതെ പോവുകയാണെങ്കിൽ ആ സമയത്ത് ഒരു പേഷ്യന്റ് വരികയാണ്, അവരുടെ റെക്കോർഡ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ മിസ്സിംഗ് ആണെന്ന് കാണിക്കുകയാണെങ്കിൽ ആ പേഷ്യൻസിന് എന്ത് ചെയ്യുക, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള റെക്കോർഡ് സെയിം നമ്പറും ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒറിജിനൽ റെക്കോർഡ് എവിടെയാണെന്ന് കണ്ടെത്തുകയും അതിലേക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ട് ആ ഒറിജിനൽ റെക്കോർഡ് എന്ത് ചെയ്യുക, ഫയൽ ചെയ്ത് സൂക്ഷിക്കുക. ക്ലിയർ ആയി? ഓക്കെ, നെക്സ്റ്റ് പറയാലോ. സപ്ലൈ ഓഫ് റെക്കോർഡ്സ് കേട്ടോ, റെക്കോർഡുകളുടെ വിതരണം. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലൈ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ഓതറൈസ്ഡ് പേഴ്സൺസ് ഫോർ. അപ്പോ ഈ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് ഏത്, അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് അങ്ങനെ എല്ലാവർക്കും വിതരണം ചെയ്യില്ല. അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് മെഡിക്കൽ റെക്കോർഡുകള് വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാം എന്നതാണ് നമ്മൾ താഴെ പറയുന്നത്. അത് അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ കൊടുക്കുള്ളേ. ഫസ്റ്റ് വൺ, പേഷ്യന്റ് കെയറിന് വേണ്ടി, രോഗികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് കൊടുക്കാം. രണ്ടാമത്തത് മെഡിക്കോ ലീഗൽ കേസുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസോ മറ്റു പ്രൊസീജിയേഴ്സിനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നമുക്ക് കൈമാറാം. മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ്, ദാറ്റ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ, സാമ്പത്തികപരമായിട്ടോ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കാനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന് കൊടുക്കാം. അടുത്തത് നാലാമത്തെ ക്ലിനിക്കൽ മീറ്റിംഗ്സ്. ഇവിടെ ഡോക്ടേഴ്സ്, നഴ്സസ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റുകള് മുതലായവരൊക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫോർമൽ ഗ്യാതറിംഗ് അല്ലെങ്കിൽ മീറ്റിംഗിനാണ് ക്ലിനിക്കൽ മീറ്റിംഗ്. അവിടെ ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് അപ്പൊ അതിൽ അവർ പേഷ്യൻസുമായി ബന്ധപ്പെട്ട അവരുടെ കേസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്, പുതിയ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ പരിചരണമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ പേഷ്യന്റ് കേസസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ക്ലിനിക്കൽ മീറ്റിംഗ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് ഈ ഒരു 4 കാര്യങ്ങൾ, പ്രധാനമായിട്ട് ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അംഗീകരിക്കപ്പെട്ട വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നത്, മെഡിക്കൽ റെക്കോർഡുകൾ ഈ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് വിതരണം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നത്. പേഷ്യന്റ് കെയർ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് കൊടുക്കാം, മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് കൊടുക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻസിനും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കാം. ക്ലിനിക്കൽ മീറ്റിംഗ്സ്, ഹോസ്പിറ്റൽ പ്രൊഫഷണൽസ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നടത്തുന്ന ഫോർമൽ ഗ്യാതറിംഗ്സില് പേഷ്യൻസിന്റെ കേസസ് ഡിസ്കസ് ചെയ്യാനും അവരുടെ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കാനും ഒക്കെ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ക്ലിനിക്കൽ മീറ്റിംഗ്സിനും കൊടുക്കാവുന്നതാണ്. ഇനി in case of medical education and research, the report should not be sent out of the MRD. അതായത് ഇപ്പൊ നമ്മുടെ ലൈബ്രറിയിൽ പോയിട്ടുണ്ടോ? നിങ്ങള് ലൈബ്രറിയിൽ പോയിട്ടുണ്ടോ? പോകുമ്പോ നമ്മുടെ ലൈബ്രറിയിലേക്ക് ചെല്ലുമ്പോ ചില ടെക്സ്റ്റുകൾ അവർ നമുക്ക് തന്നു വിടില്ല.
അവിടെ തന്നെ നമുക്ക് ഇന്ന് റെഫർ ചെയ്യാനേ പറ്റുള്ളൂ അല്ലെ. എല്ലാ ടെക്സ്റ്റുകളും ഒന്നും നമുക്ക് തന്നവിടില്ല. നമുക്ക് ആവശ്യമുള്ള ബുക്സ് നമ്മൾ ചോദിക്കുമ്പോൾ ചിലത് അവർ അവിടെ തന്നെ വെക്കും, തരില്ല. നമുക്ക് അവിടെ നിന്ന് എത്ര വേണമെങ്കിലും റെഫർ ചെയ്യാം കേട്ടോ. അവിടെ നിന്ന് എത്ര വേണമെങ്കിലും റെഫർ ചെയ്യാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈവശം തന്നവിടില്ല. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ചുകൾക്കൊക്കെ വേണ്ടിയിട്ട് റെക്കോർഡ് ആവശ്യമായിരിക്കും അല്ലെ. ഒരു പർട്ടിക്കുലർ ഡിസീസുമായി ബന്ധപ്പെട്ട റിസർച്ചുകളോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ രോഗങ്ങൾ വന്ന പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ അത്യാവശ്യമാണ്. പക്ഷെ എന്നാൽ പോലും അത് നമുക്ക് ഈ ഒരു ലൈബ്രറി പോകുന്ന പോലെ തന്നെയാണ്. ഈ റെക്കോർഡുകൾ അവർക്ക് പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠനത്തിന് വേണ്ടി എടുക്കുകയും ചെയ്യാം. പക്ഷെ അത് എന്ത് ചെയ്യാൻ പാടില്ല, ഷുഡ് നോട്ട് ബി സെൻഡ് ഔട്ട് ഓഫ് ദ MRD. ഈ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനെ പുറത്തേക്ക് കൊടുത്തുവിടില്ല. മനസ്സിലാവുന്നുണ്ടോ? കൊടുത്തു കിട്ടുന്ന കേസുകളാണ് നമ്മുടെ പറഞ്ഞ 4 കേസുകൾ. അതെ, പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതിനുള്ളിൽ മാത്രം വെച്ചുകൊണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വെച്ചുകൊണ്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് നടത്താം, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും കാര്യങ്ങളും നോട്ട് ചെയ്യാം, പഠനങ്ങൾ നടത്താം, റിസർച്ചുകളും എഡ്യൂക്കേഷൻസും ഒക്കെ നടത്താം. പക്ഷെ അതിന് നമുക്ക് അനുവദിച്ച് നൽകുന്നുണ്ട്. പക്ഷെ അത് ആ റെക്കോർഡുകൾ ഒരിക്കലും ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. മനസ്സിലായോ? അപ്പൊ ആ ഒരു 4 പോയിന്റ്സ് ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ ചോദിക്കാറുണ്ട് കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ശരി. നെക്സ്റ്റ് മെഡിക്കോ ലീഗൽ കേസസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതൊരുമിച്ച് ഒന്ന് പറയേണ്ട കാര്യമാണ്. വേറെ ഒന്നുമില്ല, കുറച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കോ ലീഗൽ കേസ് വന്നാൽ അതിന്റെ രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോർമാലിറ്റീസും മാത്രം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് പറയാം കേട്ടോ. ഇപ്പൊ പറഞ്ഞാലും എന്താണ് മനസ്സിലായില്ലല്ലോ? എന്താ ചോദിച്ചത് രേഖം? ഏതാ ഒന്നുകൂടെ പറയൂന്നാണ്. ഏതാ ഒന്നുകൂടെ പറയണ്ടേ? സപ്ലൈ ഓഫ് റെക്കോർഡ്സ് ആണോ? സപ്ലൈ ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡുകൾ വിതരണം ചെയ്യാനായിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ് ഉത്തരവാദിത്വം ഉണ്ടാവുക. അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. ഓതറൈസ്ഡ് പേഴ്സൺസ്, അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് കൊടുക്കേണ്ട സാഹചര്യങ്ങളാണ് താഴെ പറയുന്നത്. പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റെക്കോർഡുകൾ കൈമാറാം. മെഡിക്കോ ലീഗൽ കേസസിന്റെ ഇൻവെസ്റ്റിഗേഷൻസോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി കൈമാറാം. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ കാര്യങ്ങൾ പരിശോധിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൈമാറാം. ക്ലിനിക്കൽ മീറ്റിംഗ്സ്, ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, നഴ്സസ്, ഫാർമസിസ്റ്റ് മുതലായവയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകളിൽ ഡോക്ടേഴ്സും നഴ്സസും അവരുടെ പേഷ്യൻസിന്റെ കേസുകൾ റെഫർ ചെയ്യാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം കണ്ടീഷനിലും ക്ലിനിക്കൽ മീറ്റിംഗ്സിലും നമുക്ക് കൊടുക്കാം. അതല്ലാതെ ഒരു വേറെ ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് വിതരണം ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. ഇനി മെഡിക്കൽ എഡ്യൂക്കേഷനും റിസർച്ചിനും വേണ്ടി നൽകാം. പക്ഷെ അതൊരിക്കലും ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് പുറത്തേക്ക് ഈ മെഡിക്കൽ റെക്കോർഡ് കൊണ്ടുപോകാൻ പാടില്ല. അതിനുള്ളിൽ വെച്ചുള്ള റെഫറൻസ് മാത്രമേ പറ്റുള്ളൂ. ക്ലിയർ ആയോ? സപ്ലൈ ഓഫ് റെക്കോർഡ്സ്. ഓക്കെ, ശരി. അപ്പോ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് എടുക്കാം കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ് രജിസ്ട്രേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ വരെ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. താങ്ക് യു.